പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫീൽഡ് വർക്കർ ഹെൽത്ത് സർവീസ് വിഭാഗത്തിലേക്ക് നടന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സുരേന്ദ്രനാഥ ബാനർജി. താഴെ പറയുന്നതിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആത്മാറാം പാണ്ഡുരംഗ്. നാവിക കലാപം നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബോംബെ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 42ാം ഭേദഗതി. ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭാഗം 4A. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആറ്റിങ്ങൽ കലാപം. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കെ കേളപ്പൻ. ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം ശരിയാണ്. മാറമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. 1859 മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വാഗ്ഭടാനന്ദൻ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗൗരി പാർവതി ഭായി. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആര്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഷു ഫെയ്ഹോങ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കെ.വി. മനോജ് കുമാർ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പഞ്ചാബ്. ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്ന് മാത്രം യോജിക്കാത്തതാണ്. അത് ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്, ഫിലായ് USA. അതാണ് ചേരാത്തത്. ബാക്കിയെല്ലാം ശരിയാണ്. ബൊക്കോറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡോക്ടർ APJ അബ്ദുൽ കലാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധം. കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കോഴിക്കോട്. പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓം പ്രകാശ് ബിർള. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലൂടെ ദേശീയ ജലപാത 3ആണ് കടന്നുപോകുന്നത്. കേരളത്തിലെ ദേശീയ ജലപാത കടന്നുപോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ഇത് കൊല്ലം മുതൽ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്?
ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉമാണ്. സുഗന്ധവിളയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. കേരളത്തിന്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്, ബാക്കിയെല്ലാം ശരിയാണ്. 580 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന കേരളത്തിന്റെ തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരപ്രദേശം നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഇത് മൂന്നും ശരിയാണ്. ഓപ്ഷൻ സി ആണ്, അതായത് 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 എണ്ണമാണ്. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. 1ാമത്തെ പ്രസ്താവന തെറ്റാണ്. അതിൽ കൊടുത്തിരിക്കുന്നത് ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി എന്നാണ്. അത് തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശാസ്താംകോട്ട കായൽ. താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 3ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 1ഉം 2ഉം ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1ഉം 2ഉം ശരിയാണ്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട താഴെ സൂചിപ്പിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം, ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് 2ഉം ശരിയാണ്. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇവിടെ സിംഹവാലൻ കുരങ്ങുകൾ കാണാൻ കഴിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. സൈലന്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇടുക്കി. താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ്. ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 ശരിയാണ്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം, ഇംഗ്ലീഷ് എന്നിവ. ഇത് 3ഉം ശരിയാണ്. ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആരവല്ലി. ബാക്കി ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ ഇതെല്ലാം ഉത്തരപർവ്വത മേഖലയിൽ വരുന്നതാണ്. സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായിട്ടുള്ളതാണ് സിവാലിക് മലനിര. ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതാണ് സിവാലിക് മലനിര. ഇത് 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായിട്ടാണ് ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നു. ഇത് 2ഉം ശരിയാണ്. നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉമാണ്. പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർഖണ്ഡക്കാണ്. 2ാമത്തതും 3ാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ആനമുടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 2ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 3 പോയിന്റ് ശരിയാണ്. 2ാമത്തെ പോയിന്റ് തെറ്റാണ്. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കോഴിക്കോട്. ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, PR ശ്രീജേഷ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, PT ഉഷ. ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി.
ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ചെനാബ്. മിയാണ്ടർ ഈ ഭൂരൂപത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് നദി. താഴെ പറയുന്നതിൽ ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 1ഉം 3ഉമാണ്. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു, മെഴുക് ഉരുകുന്നു. ഇത് രണ്ടുമാണ് ഭൗതിക മാറ്റത്തെ സൂചിപ്പിക്കുന്ന പ്രക്രിയകൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ എന്നത് റിസർവ് ബാങ്കിന്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നില്ല. എന്നാൽ പ്രവർത്തനങ്ങളിൽ വരുന്നവയാണ് വായ്പാ നിയന്ത്രണം, കറൻസി നോട്ട് അച്ചടിക്കൽ, ഗവൺമെന്റിന്റെ ബാങ്ക്. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പിലാക്കിയ ദൗത്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആദിത്യ L1. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അയർലാൻഡ് ആൻഡ് UK. രാജാറാം മോഹൻ റോയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് ആര്യസമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ രാജാറാം മോഹൻ റോയുടെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്: ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്, സതിയെ എതിർത്തു, ആധുനിക വിദ്യാഭ്യാസം നേടി. SIP എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. വില്യം ഹാർവേ താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് രക്തചംക്രമണം. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഡോക്ടർ BR അംബേദ്കർ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വൃക്ക. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ലാക്റ്റിക് ആസിഡ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. സങ്കരയിനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ജ്യോതിക സങ്കരയിനം പയർവിത്തിന് ഉദാഹരണമാണ്. കിരൺ സങ്കരയിനം വെണ്ടയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിസംബർ 14. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര്? ആൻസർ ഓപ്ഷൻ സി ആണ് ഡോക്ടർ MS സ്വാമിനാഥൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കണ്ണൂർ. താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉമാണ്. ദ്രാവകത്തിന്റെ സങ്കോചിക്കാനുള്ള കഴിവ്, ദ്രാവകത്തിന്റെ വികസിക്കാനുള്ള കഴിവ്. പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മഴവില്ല്. ഓപ്ഷൻ ബി മഴവില്ല്. താഴെ പറയുന്നതിൽ ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഊഞ്ഞാലിന്റെ ചലനം ദോലനത്തിന് ഉദാഹരണമാണ്. ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ളത് നോക്കാം. ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്. ഹൈഡ്രജൻ പെട്ടെന്ന് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്. ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇത് 3ഉം ശരിയാണ്. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തലിനാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിന്റെ സങ്കലനത്തിനും. ഇന്ത്യയുടെ സൗരദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ലഗ്രാഞ്ചിയൻ പോയിന്റ് 1. ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഡെങ്കിപ്പനി. അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മലമ്പനി. ക്ഷയരോഗത്തിന് രോഗകാരി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ്.
ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഹീമോഫീലിയ. ബാക്കി അതിറോക്ലീറോസിസ്, പ്രമേഹം, ഹൃദയാഘാതം ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് നവംബർ 14. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1 ഉം 4 എംഫിസിമ, ബ്രോങ്കൈറ്റിസ്. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മാംസ്യം. ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? ആൻസർ ഓപ്ഷൻ എ ആണ് വിറ്റാമിൻ എ. സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളുടെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ്? ഓപ്ഷൻ ബി വയോ അമൃതം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ്? ഓപ്ഷൻ സി സ്നേഹപൂർവം. കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഇടുക്കി. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണവുമായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശൈലി. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ് 1 ഉം 3 കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് നെതർലാൻഡ്. അടുത്തത് മാത്സ് വിഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. 2 സംഖ്യകളുടെ ഉസാഖ 8 സംഖ്യകളുടെ ഗുണനഫലം 256 ആയാൽ സംഖ്യകളുടെ ലസാഗു എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ് 32. അടുത്ത 0.2323 അങ്ങനെ തുടങ്ങുന്ന ഒരു സംഖ്യ എന്ന സംഖ്യക്ക് തുല്യമായ ഭിന്നകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഒരു മട്ട ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആകുന്നത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ് 3, 4, 5. 400 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 10 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുമെങ്കിൽ അത് 100 മീറ്റർ നീളമുള്ള ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം കടന്നുപോകാൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡിൽ? ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ് 50 സെക്കൻഡ് ആണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ രവിയുടെ റാങ്ക് മുകളിൽ നിന്ന് 7 താഴെ നിന്ന് 28 എങ്കിൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 34. രഘു, റാവു, റാം എന്നിവരുടെ ഇപ്പോഴത്തെ ആകെ വയസ്സ് 80 ആയാൽ 3 വർഷം മുൻപ് അവരുടെ ആകെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ് 71. താഴെ തന്നിരിക്കുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 25. 89ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 5/18. താഴെ തന്നിരിക്കുന്ന ശ്രേണികളെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ലും 3ലും ഉള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ്. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അനോഫിലസ്. കൊതുക് ജീവിതചക്രം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം? ആൻസർ ഓപ്ഷൻ സി ആണ് 2 ആഴ്ച. കൊതുകിന്റെ ജീവിതചക്രം? ആൻസർ ഓപ്ഷൻ എ ആണ് മുട്ട, ലാർവ, പ്യൂപ്പ, കൊതുക്. കൊതുകിന്റെ എണ്ണം വർദ്ധിക്കുന്നതിന് തടയാനുള്ള മാർഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2, 3, 4 എല്ലാം ശരിയാണ്. ജൈവിക നിയന്ത്രണം, ഫോഗിംഗ്, സിന്തറ്റിക് കീടനാശിനികൾ ഉപയോഗിക്കുക, പ്രജനന സ്ഥലങ്ങൾ നശിപ്പിക്കുക. ദേശീയ ഡെങ്കി ദിനം? ആൻസർ ഓപ്ഷൻ ബി ആണ് മെയ് 16. ഈച്ചകൾ പരത്തുന്ന രോഗം? ആൻസർ ഓപ്ഷൻ ബി ആണ് 1 ഉം 2 കോളറ, അമീബിയാസിസ്. മണലീച്ച പരത്തുന്ന രോഗം? ആൻസർ ഓപ്ഷൻ സി ആണ് കാല അസർ. മണലീച്ച പരത്തുന്ന രോഗമാണ് കാല അസർ. സ്ക്രബ് ടൈഫസ് ചെള്ളുപനി പരത്തുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ചിഗർ മൈറ്റ്.
ഖരമാലിന്യ സംസ്കരണത്തിൽ പരിസ്ഥിതിക്ക് ഏറ്റവും അനുകൂലമായ മാർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കമ്പോസ്റ്റിംഗ്. ആഴമില്ലാത്ത ട്രെഞ്ച് ലാട്രിൻ എവിടെയാണ് അനുയോജ്യമാകുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, താൽക്കാലിക ക്യാമ്പുകൾ. ഈ 100 ചോദ്യമായിരുന്നു ഈ എക്സാമിന് ഉണ്ടായിരുന്നത്. താങ്ക് യു.